അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ നമ്മെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, ഫായിസീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ വിനീതൻ ഇവിടെ വരാനും നിങ്ങളെ കൂടി ഒന്ന് അഭിസംബോധന ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അതിനെ ആദ്യമായി പടച്ചവനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മക്കത്തുൽ മുകറമ ഇസ്ലാമിക് ലൈബ്രറിക്ക് വേണ്ടി ഇവിടെ വരികയും അതിനുവേണ്ടി സ്ഥലവും എന്തായാലും അൽഹംദുലില്ലാഹ് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അല്പസമയം സംസാരിക്കാൻ തൗഫീഖ് തന്ന അല്ലാഹുവിന് സകല സ്തുതി. രണ്ടാമത് ഇതിന് സൗകര്യമൊരുക്കി തന്ന സംഘാടകർക്കും ബഹുമാനപ്പെട്ട സഫറുല്ലാഹ് ഉസ്താദ് അവർക്കും അല്ലാഹു അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, വിശ്വാസികളുടെ വിശേഷണങ്ങൾ, അതാണ് ഞാൻ ഈ 2-3 ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിഫാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ വിശേഷണങ്ങൾ. നമ്മളെല്ലാം വിശ്വാസികളാണല്ലോ, നമ്മളെല്ലാം മുഅ്മിനീങ്ങളാണല്ലോ. അല്ലാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ധരിക്കുന്ന ഒരു ധാരണയാണ്, നമസ്കാരം നിലനിർത്തുന്ന ആള് ഞാൻ നിസ്കാരമുണ്ട് അതുകൊണ്ട് ഞാൻ മുഅ്മിനാണ്. നോമ്പ് പിടിക്കുന്നു, ഞാൻ നോമ്പ് പിടിക്കുന്നു, ഞാൻ മുഅ്മിനാണ്. ഹജ്ജ് ചെയ്യുന്നു, ഞാൻ മുഅ്മിനാണ്. സദഖ ചെയ്യുന്നു, ഞാൻ മുഅ്മിനാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഗണിച്ച് ഞാൻ വിശ്വാസിയാണ്, മുഅ്മിനാണ് എന്ന് കരുതി കഴിയുന്നവരാണ് നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനടക്കം. എന്നാൽ യഥാർത്ഥ വിശ്വാസി ആരാ? അത് അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു തരുമ്പോ ആ ഇനത്തിൽ പെട്ടവരാണോ? ഞാൻ MA എടുത്തവനാണ്, BA എടുത്തവനാണ്, MBA എടുത്തവനാണ്, MTech എടുത്തവനാണ്, MPhil കാരനാണ്, പറഞ്ഞത് കൊണ്ടാവോ? പറഞ്ഞത് കൊണ്ടാകൂലല്ലോ. ഒരാൾ MTechോ MBAയോ MSCയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് കൊണ്ട് പോരാ, അത് പഠിച്ച് അതിന്റെ ഡിഗ്രി, അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ചിലപ്പോ അതിന്റെ പേരിൽ ഇന്റർവ്യൂ ഉണ്ടാവും, അതിൽ പാസ്സായിരിക്കണം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കും അവനോട്, അപ്പോൾ അതിന്റെ മറുപടി പറഞ്ഞിരിക്കണം. ഹാഫിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവൻ, ഖുർആനിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അത് അവന് മറുപടി പറയണം. അതിന്റെ ആയത്തുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയണം. ആലിം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ മസാലകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം. ഇതേപോലെ ഏത് മേഖല എടുത്താലും അതിനെല്ലാം ഒരു സബബ്, ഒരു കാരണങ്ങളുണ്ട്. ആ ക്വാളിറ്റി, ആ ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആ പേരിന് അർഹതയുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും വാദിക്കുന്നു, നമ്മളെല്ലാം വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്. ശരി തന്നെയാണ്. കാരണം എന്താ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ, നമ്മളോട് നൽകുന്ന ഓരോ കൽപ്പനകളും അല്ലാഹു തആല പറയുന്നത് ആരോടാണ്? വിശ്വാസി സമൂഹത്തോടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. يا أيها الذين آمنوا لا يسخر قوم من قوم عسى എണ്ണിയാൽ തീരൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നൽകുന്ന ഉപദേശം ആരെ വിളിച്ചിട്ടാ? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഏ വിശ്വാസികളെ, ഏ വിശ്വാസികളെ, ഏ വിശ്വാസികളെ. എല്ലാരെയും വിളിച്ച് അല്ലാഹ് പറയാണ്. പക്ഷെ ആ വിശ്വാസി ആരാ? എന്താ ക്വാളിറ്റി? അവരുടെ ഡിഗ്രി എന്താ? ഇത് ഞാനോ നിങ്ങളോ തീരുമാനിച്ചാ പോരാ, ഊപ്പർവാല തീരുമാനിക്കണം, അല്ലാഹ് തീരുമാനിക്കണം. അതെവിടെയുണ്ട്? അതെങ്ങനെ അറിയാൻ പറ്റും? പരിശുദ്ധ ഖുർആൻ തുറന്നു. ഖുർആനിന്റെ ഉടമസ്ഥനായ അല്ലാഹു പറയുന്നുണ്ട് വിശ്വാസികൾ ആരാണ്, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ആ വിശേഷണങ്ങൾ പൂർത്തിയായവർക്ക് മാത്രമേ എന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ.
പരിശുദ്ധ ഖുർആനിന്റെ 6000-ൽ പരം ആയത്തുകളിലും 114 അധ്യായങ്ങളിലുമായി 30 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സൂറത്തുകളിലൂടെ 30 വിശേഷണങ്ങളാണ് വിശ്വാസികളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. 30 വിശേഷണങ്ങൾ. ഈ 30 വിശേഷണങ്ങൾ ഏതൊരു വ്യക്തിയിലുണ്ടോ അവനാണ് യഥാർത്ഥ വിശ്വാസി. ഡിഗ്രി എടുത്തു, അത് എത്ര വർഷം കൊണ്ടെങ്കിലും നിങ്ങൾ ഇത് പഠിച്ച് മനസ്സിലാക്കി പ്രാപ്തരായി ഇതിന്റെ അവകാശികളായി മാറിയാൽ അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്താ? അവരാണ് വിജയിച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون. അല്ലാഹു 10 കൂട്ടം മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുക ഒരു ആയത്തിലൂടെ, ഒരു സൂറത്തിലൂടെ. വിശേഷണങ്ങളൊക്കെ പറഞ്ഞുതരാം. മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇത് സൂറത്തുൽ മുഅ്മിനൂൻ. മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു പറയുന്നു, സൂറത്തുൽ അഹ്സാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്തുൽ അഹ്സാബിലൂടെ 10 വിശേഷണങ്ങൾ. അപ്പൊ 20 ആയി. സൂറത്തു തൗബ. التائبون العابدون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله
وبشر المؤمنين 30 വിശേഷണങ്ങൾ. വിശ്വാസികളുടെ വിശേഷണങ്ങൾ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കണം. ഇനിയിപ്പോ വിശേഷണങ്ങൾ ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് പോകാം. നിങ്ങൾ ലൈബ്രറി ഒക്കെ ഇപ്പൊ ഓപ്പൺ ആയല്ലോ, അപ്പൊ അതിന്റെ ആയത്തുകളും കിതാബുകളും ഹദീസുകളും ഒക്കെ എടുത്തു വെച്ച് പഠിച്ച് ഈ 30 വിശേഷണങ്ങൾ എനിക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കാനുള്ള നല്ല അവസരം അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് സൂറത്ത് തൗബ മുതൽ തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറയുന്ന 10 കൂട്ടം കാര്യങ്ങൾ, അവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശ്വാസിയാകാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അല്ലാഹു പറയുന്നത് തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിക്കുന്നവർ.